ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ 4 വരികളാണ് എന്നെ കൊണ്ട് ജഗദീശ്വരൻ പാടിച്ച് നിങ്ങളുടെയൊക്കെ ദാസേട്ടൻ ദാസേട്ടൻ എന്നും പുകഴ്ത്തി എന്നെ പറയുന്നതും ഒക്കെ കേൾക്കാനിടയാക്കി തന്നത്. ഞാൻ ഈ സുദിനം നൽകിയ എല്ലാത്തിനും കാരണഭൂതനായ ജഗദീശ്വരന്, ഈ കൂടിയിരിക്കുന്ന എല്ലാ ഹൃദയത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും എല്ലാവരും ഒന്നിച്ചേർന്ന് കാരുണ്യവാനായ ദൈവത്തിന് ഞാൻ എന്തിനാണ് അത് എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനെല്ലാം കാരണക്കാരൻ ഒരു വലിയ ശക്തിയാണ് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതിന് കാരണം എൻ്റെ വന്ധ്യപിതാവ് അഗസ്റ്റിൻ ജോസഫ് ഒരു വലിയ കലാകാരനായിരുന്നു. അദ്ദേഹമാണ് എന്നെ ആ നിലയിലാക്കിയെടുത്തത്. എന്നോട് ആദ്യമായിട്ട് ഉപദേശിച്ചത്, നീ ഒരു പാർട്ടിയിലും മെമ്പറാവരുത്. അദ്ദേഹം വലിയൊരു കോൺഗ്രസ് മെമ്പറായിരുന്നു, അത് സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത്. അതിനുശേഷം എന്നെ ഉപദേശിച്ചത് ഇതാണ്, കേട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ഇക്കാലത്തുള്ള ചോദ്യങ്ങൾ അങ്ങോട്ടില്ലല്ലോ. കാരണം നമ്മുടെ ബഹുമാനവും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അതുകൊണ്ടൊരു കുറവും ഇന്ന് വരെ നിങ്ങളുടെ ദാസേട്ടനുണ്ടായിട്ടില്ല. ഞാൻ എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഞാനൊരു പാർട്ടിയിലെ മെമ്പറല്ല, ഞാനൊരു ക്ലബിലെ മെമ്പറല്ല, ഞാനൊരു മലയാളിയാണ്. ആ മലയാളിത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് തരത്തിലാണ് അതിനെ ഉയർത്തിയെടുക്കേണ്ട കടപ്പാട് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് തന്നിട്ടുള്ള ആ ജീവിതത്തിൻ്റെ വില നമുക്ക് കിട്ടുന്നത്. അത് ഈശ്വര അനുഗ്രഹം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടാൻ ഇടയാക്കി തന്ന വാക്കുകളും, അല്ലെങ്കിൽ എത്ര പരിശുദ്ധമായ ആ വിലമതിക്കാനൊക്കാത്ത അത്രയ്ക്ക് ആഴമേറിയ 4 വരികളാണ് എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ അങ്ങേയറ്റം ജഗദീശ്വരന് നന്ദി പറയുകയാണ്. ഞാൻ പാടാനിരുന്ന പാട്ട് കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ് ഇതായിരുന്നു. പക്ഷേ ജഗദീശ്വരൻ എന്നെ അത് നീ ആദ്യമായിട്ട് പാടുമ്പോഴത് പാടരുത് എന്നുള്ള ഉറപ്പായ അനുഗ്രഹം കൊണ്ട്, എനിക്കൊരു ചെറിയ ടൈഫോയിഡ് അറ്റാക്ക് വന്നതുകൊണ്ട് ആ പാട്ട് പാടി ചിലപ്പോൾ ഞാൻ നശിപ്പിക്കുമോ എന്നുള്ള വ്യവസായ ചിന്തയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചിന്തയായിക്കോട്ടെ, അതുകൊണ്ട് ഈ കുഞ്ഞിന് അല്ലെ ഈ കുട്ടിക്ക് ഒരു 4 ലൈൻ കൊടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടാം എന്ന് തീരുമാനിച്ചതാണ് എൻ്റെ ഏറ്റവും മഹത്തായ അനുഗ്രഹം. ആ 4 വരികൾ ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഏവർക്കും വളരെ വിലപിടിച്ച 4 വരികളാണ്. ഇതിൽ ജാതിയില്ല, മതമില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ 4 വരികളാണ് എന്നെ കൊണ്ട് ജഗദീശ്വരൻ പാടിച്ച് നിങ്ങളുടെയൊക്കെ ദാസേട്ടൻ ദാസേട്ടൻ എന്നും പുകഴ്ത്തി എന്നെ പറയുന്നതും ഒക്കെ കേൾക്കാനിടയാക്കി തന്നത്. ഞാനിവിടെ നിങ്ങളോട് പ്രത്യേകിച്ച് താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നത്, നമ്മളുടെ ഈ കൂട്ടുകെട്ടില്ല ഒരിക്കലും ജാതിയെ ചൊല്ലി
നമ്മൾ പിരിയരുത്. അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാനം കിട്ടണം, അതിനു വേണ്ടി നമ്മൾ ജാതിയെ കൂട്ടുപിടിക്കുക. ഞാൻ ക്രിസ്തീയ സമുദായത്തിലാണ്, ഞാൻ ഹിന്ദു സമുദായത്തിലാണ്, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം സമുദായത്തിലാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഇന്ന് നമുക്ക് ഏത് മതത്തിലിരുന്നാലും അതൊരു കുഴപ്പമില്ല. മതം മാറണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാനാണ് എല്ലാ മഹത്തുക്കളും നമ്മളെ പഠിപ്പിച്ചതെന്നുള്ളതൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി എനിക്ക് ഈ അവസരം ലഭിച്ച നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നമസ്കാരം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ 4 വരികളാണ് എന്നെക്കൊണ്ട് ജഗദീശ്വരൻ പാടിച്ച് നിങ്ങളുടെയൊക്കെ ദാസേട്ടൻ എന്നും പുകഴ്ത്തി എന്നെ പറയുന്നതും ഒക്കെ കേൾക്കാനിടയായി.